ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ആദിത്യദാർ രചനയും സംവിധാനവും ചെയ്ത് പുള്ളി തന്നെയാണ് സിനിമയിലെ വൺ ഓഫ് ദി പ്രൊഡ്യൂസറും കൂടെ. രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, അക്ഷയ് ഖന്ന, മാധവൻ, സാറ അർജുൻ എന്നിവരെ പ്രധാന വേഷത്തിലെത്തിച്ച് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷ സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ദുരന്തർ. ആ സിനിമയുടെ ട്രെയിലറാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ രൺവീർ സിംഗ് ആണ് മെയിൻ ലീഡിലെത്തുന്ന. കമാൻ ഗൈസ്. 1971 के जंग के बाद पाकिस्तान में बड़ा उदास सा माहौल था। मैं 6 साल का था। अर्जुन रामपाल रेडियो सुन रहा था। उस वक्त जिया उल हक ने एक ऐसी बात बोली जो मेरे जहन में गड़ गई। ब्लीड इंडिया विद 1000 cuts। बिल्कुल ऐसे जिस तरह हमने इसके जिस्म में छोटे से सुराख बनाए ना, इससे बदतर हालत करूंगा मैं उस मुल्क की। लेकिन आज का बिस्मिल्लाह इसके साथ। ഓ, തുടക്കം തന്നെ ഡാർക്ക് ഗൈസ്. അതൊരു ബ്രൂട്ടാലിറ്റി ആയി പോയി. അത് പിടിച്ചിപ്പോ വലിച്ചിരുന്നെങ്കിൽ ഒരു മാതിരി ആയെങ്കിൽ. എന്തോന്നിത്, കുറച്ച് കൈ കടന്ന സാധനങ്ങളൊക്കെ ഇതിലുണ്ടാവും. പിന്നെ സ്പൈ ഒക്കെ വരുമ്പോ പിന്നെ പാകിസ്ഥാൻ ഇതിൽ വരുമല്ലോ. പാകിസ്ഥാൻ, ഇന്ത്യ, അത് തന്നെയാണ്. ബില്ലാടം വല്ല ആളാണ്. बदल जाता है। Ranveer Singh. सर, मुंह तोड़ने के लिए मुट्ठी बंद करना जरूरी है। माधवन. We must infiltrate the very core of terrorism in Pakistan. ताकि वो भारत के खिलाफ अगर नींद में भी सोचे ना, तो उनके ख्वाब में भी हम बैठे नजर आने चाहिए। മാധവൻ പിന്നെ ഒരു മാധവൻ സത്യം പറഞ്ഞ ഒരു അണ്ടർ റേറ്റഡ് ആക്ടറാണ്. സത്യം മാധവനെ ഒരുപാട് പേര് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്പി, റോക്കറ്റ്, അങ്ങനെ ഒരു സിനിമ ഉണ്ട്, റോക്കറ്റ്. ആ സിനിമയിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും വീണ്ടും GDN അങ്ങനെ അതൊരു സിനിമയിലായിട്ട് ഇതേപോലെ ഒരു റിയൽ ഇൻസ്പിറേഷൻ ആയ ഒരാളുടെ ഒരു സിനിമ എടുത്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അതിന് ഇതിലും കണ്ടോ ആ വേഷപ്പകർച്ച നന്നായിട്ട് മാധവന് ചേരും. ഇതും സ്പൈ ആക്ഷൻ, ഇന്ത്യ പാകിസ്ഥാൻ കടന്നു കയറ്റം, ഒളിച്ചു കയറ്റം, ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ മോഡലൊന്നും വരാതെ വേറെ എന്ത് ചെയ്യാനാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. सारा अर्जुन. जो वादा किया गया अक्षय ഖന്ന. उसे भूलने की गुस्ताखी मत करना। रहमान डकैत की दी हुई मौत റഹ്മാൻ ഡക്കീത്തിന്റെ കൈകളിൽ ചാവുന്ന बड़ी कसाई नुमा होती है। बहुत साल पहले ना एक शैतान और एक जिन में जबरदस्त. ആക്ച്വലി എല്ലാവർക്കും ഓരോ പേര് പോലെയും പിന്നെ എന്താ പറയാ, അവരൊരു ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരിങ്ങനത്തെ ക്യാരക്ടറാണ്, ഇവരിങ്ങനെയാണ്, ഇവരുടെ പേരിങ്ങനെയാണ്, അപ്പോൾ അവരുടെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് അവർ ഇപ്പോഴേ പ്രഡിക്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഒരു സിനിമയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ബ്രൂട്ടാലിറ്റിയും കാര്യങ്ങളും എല്ലാം, മിക്കവാറും ബ്രൂട്ടാലിറ്റി ഒരുപാടായിരിക്കും. ഇവിടെ രൺവീർ എവിടെ? 9 महीने बाद जो पैदा हुआ उसका नाम पड़ा चौधरी असलम. സഞ്ജയ് ദത്ത്. സഞ്ജയ് ദത്ത് പോലീസ് ജിന്ന, SP ചൗധരി അസ്ലം. ഇന്ത്യൻ രീതിയിലാണ്.
तुम मारने से पहले तुझे रणवा बना दूंगा। और जमील साहब, आपको हंसी This December. Director of Uri. Oh, ഒരു നല്ല പടമായിരുന്നു. अगर तुम लोगों के पटाखे खत्म हो गए तो मैं धमाका शुरू करूं। ഒരു പത്മാവത് വൈബ് അടിക്കുന്നു. മാധവൻ ഗംഗാധ സിംഗ്. ഡയറക്ടർ പ്രൊഡ്യൂസ് ബാധിച്ചിട്ടാണ് യോഗിഷ് പാണ്ഡെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന December 2025. ഓ ഗൈസ്, ട്രെയിലർ കൊള്ളാം. ബട്ട് ട്രെയിലറിൽ മൊത്തം കാണിച്ചത് എന്താ പറയുക, ഒരു ബ്രൂട്ടാലിറ്റിയിലുള്ള ഇതാണ്. സീൻസ് ബൈ സീൻസ്, വെട്ട് കുത്ത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ സ്പൈ ത്രില്ലർ ഫിലിമാണ്. അപ്പോൾ ഉരി ദ സർജിക്കൽ സ്ട്രൈക്ക് ആ സിനിമ എന്തോ എടുത്ത ഡയറക്ടറാണ് ഈ പുള്ളി. അപ്പോൾ ആ പടം കൊള്ളാം. അതും ഇതുപോലത്തെ അങ്ങനത്തെ ഒരു ആർമി പടം പോലത്തെ ബേസ് പടമാണ്. അപ്പോൾ ഇതും എന്താ പറയുക, ഒരു സ്പൈ ത്രില്ലറാണ്. പടത്തിൽ ഫുൾ ബ്രൂട്ടാലിറ്റിയും വെട്ട് കുത്ത് ആൻഡ് ഇന്ത്യ പാകിസ്ഥാൻ ആ കാര്യങ്ങളൊക്കെ ഒരുപാട് എന്തായാലും വരും. ഇത് നിങ്ങൾക്ക് ട്രെയിലർ തന്നെ വ്യത്യാസം. സ്പൈ എന്ന് പറയുമ്പോഴേ അങ്ങനെ അത് തന്നെയാണല്ലോ വരുന്നത്. പിന്നെ പഴയ പടങ്ങളിൽ അപേക്ഷിച്ചുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ കത്തിക്കയറും പടം. അല്ലാതെ ദുരന്തം തന്നെ ആവുമോ എന്ന് ഇനി കണ്ടു തന്നെ നോക്കണം, അല്ലാതെ വേറെ നിവർത്തിയില്ല. December 5 സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇത് നേരത്തെ എന്തോ ഇറങ്ങാനിരുന്നാണ്, പിന്നെ എന്തോ മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഈ പടത്തിൽ ഹനുമാൻ ഗൈനിന് ഒരു പാട്ടും ഉണ്ടായിരുന്നു. അത് റീസെൻ്റ്ലി ഒരു ചെറിയ രീതിയിലൊരു ട്രെൻഡിങ്ങും ആയിരുന്നു. പടത്തിൽ എനിക്ക് ഈ ട്രെയിലറിൽ രൺവീറിനെ കണ്ടപ്പോൾ ഒരു പത്മാവത്, അതായത് ദീപിക പടുകോനും രൺവീർ സിംഗുള്ള പത്മാവത് എന്നൊരു സിനിമ ഉണ്ട്. അപ്പോൾ ആ സിനിമയിലൊരു ഓറാണ് എനിക്ക് അടിച്ചത്. ആ സിനിമയിൽ രൺവീർ സൂപ്പറാണ്. ആ പത്മാവത് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ കണ്ട രൺവീറിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഹിലാലുദ്ദീൻ ഹിൽജി അങ്ങനെ എന്താണ് പേര്, രാജാവാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ, ഒരു വില്ലൻ, നെഗറ്റീവ് റോളാണ്. സൂപ്പറായിട്ട് രൺവീർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലത്തെ ഒരു ഓറയാണ് എനിക്ക് ഇതിൽ അടിച്ചത്. അതേ മുടിയും ഇവിടെ ഒരു ചെറിയൊരു മാർക്ക് വെട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ട്രെയിലറിൽ എനിക്ക് രൺവീറിനെക്കാട്ടിയും സ്കോർ ചെയ്ത് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരാണ്. ഇപ്പോൾ അക്ഷയ് ഖന്ന സ്കോർ ചെയ്തിട്ടുണ്ട്, പിന്നെ അർജുൻ രാംപാൽ സ്കോർ ചെയ്തു. ഈ രൺവീറിനെക്കാളും നന്നായിട്ട് ഈ ട്രെയിലറിൽ സ്ക്രീൻ പ്രസൻസ് കിട്ടിയത് അവർക്കൊക്കെയാണ്. സിനിമ വരട്ടെ, ചിലപ്പോൾ രൺവീറിന് ഇതിനേക്കാളും നല്ല സ്ക്രീൻ പ്രസൻസ് റോളൊക്കെ ഉണ്ടാകും. ലാസ്റ്റ് റാത്ത് ഓഫ് ഗോഡ് ഒന്നും രൺവീറിനെ കണ്ടില്ല. അത് മാർക്കോയിൽ ഉണ്ണി മുകുന്ദനെ കണ്ട പോലെ ഒരു ഫീൽ ചെയ്ത്, ഉണ്ണി മുകുന്ദൻ രക്തമൊക്കെ ആക്കി അങ്ങനെ ഒരു ഇത് ഉണ്ണി മുകുന്ദൻ ആ നീളം മുടി അതിലില്ലായിരുന്നു, ഇതിലും നീളം മുടിയുള്ള അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ചെയ്തത്. മൊത്തത്തിൽ ഈ ട്രെയിലർ കൊള്ളാം, സിനിമ വരട്ടെ. പിന്നെ ആസ് യൂഷ്വൽ ബോംബ് ആവാതിരുന്ന വലിയ ഉപകാരം.